സ്ലോവാക്കിയയിൽ ഏകദേശം ഒരു 15 ദിവസത്തോളം ഞാനുണ്ടായിരിക്കും. ധാരാളം റിക്രൂട്ടേഴ്സ് അതുപോലെ എംപ്ലോയേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള റിക്രൂട്ടേഴ്സുമായും എംപ്ലോയേഴ്സായും ബന്ധപ്പെട്ട് നേരിട്ട് അവസരങ്ങൾ തിരയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്ലോവാക്കിയയിലേക്കുള്ള യാത്ര. അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിൽ ആംസ്റ്റർഡിലൂടെ പ്രോസസ്സിൽ ഡോക്യുമെൻറ്റേഷൻ കടന്നു പോകുന്നവർക്ക് വളരെ അതിശയകരമായ കമൻറ്റുകൾ നൽകുകയും ഇല്ലെങ്കിൽ ഏതെങ്കിലും വിസ പ്രോസസ്സിൽ ക്യാൻസലേഷനോ ഡിലേ വന്നതുകൊണ്ട് തന്നെ എന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ റിക്രൂട്ടേഴ്സിനെ കംപ്ലീറ്റായി സഭ്യവർഷം നടത്തുന്ന ആളുകളും ഇതിൻ്റെ യാഥാർത്ഥ്യവും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കി ഇത് താങ്കൾക്ക് പറ്റിയ കാര്യമാണോ എന്ന് ആലോചിച്ച് മാത്രം നിങ്ങൾ ഓരോരുത്തരും ഞാൻ ബ്രാറ്റിസ്ലാവ സ്ലോവാക്കിയയിലേക്കുള്ള യാത്ര അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഞങ്ങൾക്ക് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് ഇന്ത്യൻ സ്ലോവാക്യയുടെ മെമ്പർഷിപ്പ് ഹോൾഡറായി മാറി. അവർ ഒഫീഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പാർട്ട്നേഴ്സാണ് നിലവിൽ ആംസ്റ്റർ. അപ്പം ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് സ്ലോവാക്യയിൽ നമ്മളൊന്ന് വിസിറ്റ് ചെയ്യുന്നു. അതിനുശേഷം കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇൻഡസ്ട്രീസുമായിട്ടൊക്കെ നമുക്ക് ധാരാളം മീറ്റിങ്ങുകൾ അവിടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. സ്ലോവാക്യയിൽ ഏകദേശം ഒരു 15 ദിവസത്തോളം ഞാനുണ്ടായിരിക്കും. ധാരാളം റിക്രൂട്ടേഴ്സ് അതുപോലെ എംപ്ലോയേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞ് എല്ലാ മലയാളികളെയും ഞാൻ സ്ലോവാക്കിയയിലേക്ക് കൊണ്ടുവരുമെന്നല്ല. നിലവിൽ ഓൾറെഡി പ്രോസസ്സിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പല റിക്രൂട്ടേഴ്സും നമ്മൾ ഫയൽ ചെയ്തിട്ടും ഡിലേ ഉണ്ടാവുകയും വർക്ക് പെർമിറ്റും ഡിലേ ഉണ്ടാവുകയും ഒക്കെ ചെയ്തൊരു ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇത് വളരെ കുറവ് വന്നു. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ദൗത്യമാണ് സ്ലോവാക്കിയയിലെത്തി നേരിട്ട് നമ്മുടെ ലൈസൻസ്ഡ് ഹോൾഡേഴ്സാണ്, ചേംബർ ഓഫ് കൊമേഴ്സ് മെമ്പർഷിപ്പ് ഉള്ള കൺസൾട്ടൻ്റ് ആണ്. നമുക്ക് നേരിട്ട് അവിടെയുള്ള റിക്രൂട്ടേഴ്സുമായും എംപ്ലോയേഴ്സായും ബന്ധപ്പെട്ട് നേരിട്ട് അവസരങ്ങൾ തിരയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്ലോവാക്കിയയിലേക്കുള്ള യാത്ര. അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിലവിൽ ആംസ്റ്റർഡിലൂടെ പ്രോസസ്സിൽ ഡോക്യുമെൻറ്റേഷൻ കടന്നു പോകുന്നവർക്കും പുതിയ അഡ്മിഷൻ നേടുന്നവർക്കുമൊക്കെ ഇതൊരു നല്ല അവസരമായിട്ട് തന്നെയാണ് ആംസ്റ്റർ തരുന്നത്. അത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ലോവാക്കിയൻ യാത്ര അല്ലെങ്കിൽ സ്ലോവാക്കിയൻ യൂറോപ്യൻ തൊഴിൽജാലകം അല്ലെങ്കിൽ തൊഴിലിനെ തേടാനുള്ള ഈ യാത്ര. അപ്പോൾ 2 തരത്തിലുള്ള ആളുകളാണ് നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, സ്ഥിരമായി വന്ന് വിമർശിക്കുകയും വളരെ അതിശയകരമായ കമൻറ്റുകൾ നൽകുകയും ഇല്ലെങ്കിൽ ഏതെങ്കിലും വിസ പ്രോസസ്സിൽ ക്യാൻസലേഷനോ ഡിലേ വന്നതുകൊണ്ട് തന്നെ എന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ റിക്രൂട്ടേഴ്സിനെ കംപ്ലീറ്റായി സഭ്യവർഷം നടത്തുന്ന ആളുകളും ഈ വീഡിയോസ് കാണുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം മൊബൈൽ, നിങ്ങളുടെ സ്വന്തം അക്കൗണ്ട്, നിങ്ങളുടെ ഡേറ്റ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വിടാം, അതൊന്നും നമുക്ക് ബാധിക്കുന്ന കാര്യമല്ല. ആംസ്റ്റർ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് യൂറോപ്പിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന കൺസൾട്ടൻറ്റുകൾ അവരുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ യാഥാർത്ഥ്യവും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കി ഇത് താങ്കൾക്ക് പറ്റിയ കാര്യമാണോ എന്ന് ആലോചിച്ച് മാത്രം നിങ്ങൾ ഓരോരുത്തരും പ്രോസസ്സിൽ ഇറങ്ങിത്തിരിക്കുക. യൂറോപ്പിലെത്തി ഒരു ജീവിതം ആരംഭിക്കുക എന്നത് കൺസൾട്ടൻസികളുടെ ആഗ്രഹമല്ല, നിങ്ങളുടെ ആഗ്രഹമാണ്. ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സഹായിക്കുന്ന മാനദണ്ഡം മാത്രമാണ് ഓരോ കൺസൾട്ടൻസി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ അവസരം ഉണ്ടാവട്ടെ. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ സ്ലോവാക്കിയയിലുള്ള യാത്രയെപ്പറ്റി പറഞ്ഞു. ഇനി സ്ലോവാക്കിയെ പറ്റിയും അടുത്ത പ്രോസസ്സിനെ പറ്റിയൊക്കെ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ആംസ്റ്റർ അവതരിപ്പിക്കുന്ന യൂറോപ്യൻ തൊഴിൽജാലകത്തിൻ്റെ ഭാഗമായി ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം ആംസ്റ്ററിൽ പ്രോസസ്സ് ആരംഭിക്കുന്ന ക്ലയൻസിൽ നിന്ന് 25 പേരെ തിരഞ്ഞെടുത്തവർക്ക് സൗജന്യമായി യൂറോപ്പിലേക്കുള്ള സേവനം നൽകുന്നത് ആംസ്റ്റർ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നു. ഇതൊരു എക്സ്റ്റേണൽ ഓർഗനൈസേഷനാണ് ചെയ്യുന്നത്. ഒരു ഗീവ് അവേ പോലെ അല്ല, ഒരു എക്സ്റ്റേണൽ ലോ ടീമിനെയാണ് ഏൽപ്പിച്ചത് ചെയ്യുക. വിസ കിട്ടുന്ന 25 പേർക്ക് നമ്മൾ സൗജന്യമായ അവിടെ സേവനം 25 കുടുംബങ്ങൾക്ക് എത്തണമെന്ന് ആംസ്റ്റർ മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലാഭത്തിൻ്റെ ഒരു വിഹിതമായി അത് നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നമ്മളെ പ്രോസസ്സ് ഫലമേൽപ്പിച്ചിരിക്കുന്ന കസ്റ്റമേഴ്സിലൂടെ നൽകാൻ ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് അത് വളരെ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അതുപോലെ ഇപ്പം തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും. യൂറോപ്പിലേക്കുള്ള അപ്ഡേറ്റുകൾ വളരെ സീരിയസ് ആയി ചാനലിലൂടെ നിങ്ങളിലെത്തും. നിങ്ങളുമായുള്ള ലൈവ് ഇൻട്രാക്ഷൻസ്, സ്ട്രോങ് ആയൊരു ലീഗൽ ടീമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം സ്വിറ്റ്സർലൻഡിലുള്ള വീഡിയോ കാഴ്ചകൾ ഞാൻ ഇനിയും ഷെയർ ചെയ്യാം. വളരെ രസമുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ സ്വിറ്റ്സർലൻഡിലും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള നമ്മുടെ അപ്ഡേറ്റുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. താങ്ക് യു സോ മച്ച്.